ഹായ്. അപ്പം ഇന്ന് നമുക്ക് അച്ഛൻ്റെ കൃഷിയൊക്കെ എവിടെ വരെ എത്തി നോക്കാട്ടാ. അച്ഛനില്ല, അച്ഛൻ പണിക്ക് പോയിരിക്കുകയാണ് കേട്ടാ. നേരെ തന്നെ കുറച്ചടുത്ത് വീട്ടിൽ തന്നെ ഒരു തെങ്ങും തടം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. തെങ്ങും തടത്തിലൊക്കെ മണ്ണിടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അച്ഛൻ്റെ കൃഷിയൊക്കെ കാണിച്ചു തരാം കേട്ടെന്ന്. ഇതാണ്ട വഴുതിരിങ്ങയാണ് കേട്ടാ. അതിൽ പൂവൊക്കെ വന്നു തുടങ്ങി. ഇതാണ്ട അത് അപ്പുറത്ത് മഞ്ഞളാണ് കേട്ടോ. ഇതാ ഇത് ചീനിമുളക്, പച്ച കാന്താരി ഇല്ലേ, അതിലൊക്കെ പൂ വന്നിട്ടുള്ളൂ കേട്ടോ, ഒന്നും ആയിട്ടില്ല. ഇതുണ്ടല്ലേ, ഇത് തക്കാളി. തക്കാളിയിലൊക്കെ ചെറിയ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടാ. വേണ്ട ചെണ്ടുമല്ലിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ. ഇതും വഴുതിരിങ്ങനെ. പിന്നെ വാഴ, അത് അപ്പുറത്ത് ചീര വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ. അതൊക്കെ ആവണേ ഉള്ളൂ, കുറച്ച് വലുതായിട്ടുണ്ട്. ഇതാണ്ടല്ലേ, കുറേ ചെണ്ടുമല്ലിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തൊക്കെ മഞ്ഞളാണ് കേട്ടോ. ഇതൊക്കെ അച്ഛൻ്റെയും അനിയനും കൂടെ നിന്ന് ചെയ്യുന്ന പണിയേണ്ടതുണ്ട്. അതിലൊക്കെ വെള്ളക്കാന്താരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് അപ്പുറത്തൊക്കെ മഞ്ഞളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ചെണ്ടുമല്ലി ഉണ്ട്. പിന്നെ ഇതാണ്ട വഴുതിരിങ്ങയാണ് കേട്ടോ കുറേ വെച്ചിരിക്കുന്നത്. പിന്നെ പൂളക്കിഴങ്ങ്, പിന്നെ ഇതാ ചക്കരവള്ളിക്കിഴങ്ങ്, അങ്ങനെ കുറേ വാഴ അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ. ഇതൊക്കെ അച്ഛൻ്റെ പണിയാണ് കേട്ടോ. അനിയനും നിന്ന് കൂടെ ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് സ്നേഹമുള്ളൊരു അച്ഛനാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛൻ. അച്ഛന് തൊടിപ്പണി ഉണ്ട് വരല്ലേ, ആ വീട്ടിൽ തെങ്ങും തടത്തിൽ മണ്ണൊക്കെ ഇടുകയാണ് കേട്ടോ അച്ഛൻ. അച്ഛൻ രാവിലെ 5:30 എണീറ്റ ഒരു ചായ കുടിച്ച് വന്ന് പിന്നെ തൊടിയിൽ കയറി പണിയൊക്കെ എടുത്ത് പിന്നെ 7 മണിയാകുമ്പോൾ ഒരു കുപ്പി കള്ളു കുടിക്കും കേട്ടോ. അച്ഛൻ അത് പ്രധാനമാണ്. പിന്നെ അത് കഴിഞ്ഞ് ആരെങ്കിലും പണിക്ക് വിളിച്ചാൽ അങ്ങനെ പണിക്ക് പോകും കേട്ടോ. അച്ഛൻ 69 വയസ്സായി. അച്ഛൻ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കയ്യിലൊക്കെ പറയും, നിങ്ങൾ എൻ്റെ വയസ്സിലൊന്നും കിടക്കുന്നുണ്ടാവും പറയും കേട്ടോ. അത് ശരിയാണ്, അച്ഛനെ പോലെ ആർക്കും പണി ചെയ്യാൻ കിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് അച്ഛനില്ല, എൻ്റെ അച്ഛൻ മരിച്ചു. ഇത് ഏട്ടൻ്റെ അച്ഛനാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. പണിമാറി വരുമ്പോൾ ഒരുപതി തിന്നാനും കൊണ്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ഇന്ന് എൻ്റെ നാത്തൂൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ബായ്.